എങ്ങനെയാണ് ഒരു ഓപ്ഷനിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കാരണം മെയിൻസിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോള് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെ അല്ല നിങ്ങൾ ഓപ്ഷണലിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് മാറുന്നത് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷണൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരിക്കും. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൻസിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോള് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം 2 പേപ്പറുകളിലായിട്ട് പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് 250 മാർക്ക് 250 മാർക്ക് ടോട്ടൽ 500 മാർക്ക് ടോട്ടൽ മെയിൻസിൽ ഈ ഒരു ഓപ്ഷണൽ പേപ്പറിനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ എടുക്കുക. ആ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷണൽ നന്നായിട്ട് പഠിച്ചിട്ട് അതിൽ നല്ല ഒരു മാർക്ക് നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാരണം നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് മാറുന്നത് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷണൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഏത് ഓപ്ഷണലാണ് സ്യൂട്ട് ആവുക എന്നുള്ളത് ഓരോ വ്യക്തിനനുസരിച്ച് വ്യത്യസ്തമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷണലാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷണൽ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1, 2, 3 കാര്യങ്ങളുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു ഓപ്ഷണലിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യുവർ ഇൻട്രസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യം UPSCയിൽ നല്ല ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ, അതായത് സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞ സിലബസ് ഉള്ള ഓപ്ഷനിൽ ഏതാണ് എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെ അല്ല നിങ്ങൾ ഓപ്ഷണലിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. ഓപ്ഷണലിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം. കാരണം സിവിൽ സർവീസ് എക്സാമിൽ 500 മാർക്കാണെന്ന് പറഞ്ഞു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത്രയും കണ്ടന്റ് നമ്മൾ സ്വന്തം ഇരുന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്തിട്ടൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം പഠിച്ചിരിക്കുക, ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കാം പഠിച്ചിരിക്കുക, ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ബേസിക് നോളജ് ഉള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുക. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബേസിക് നോളജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റിന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ച സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് എടുക്കാൻ പറ്റുമോ, ആ ഒരു ഓപ്ഷണൽ അവൈലബിൾ ആണോ നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ BA ഹിസ്റ്ററി ആണ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും BA ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും BA ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ഓപ്ഷനിൽ എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. മറിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിസ്റ്ററി ഓപ്ഷനിലെ പിറകെ പോകേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റ് വളരെ പ്രധാനമാണ്. മറ്റുള്ളവർ എന്ത് ഓപ്ഷനിൽ എടുക്കുന്നോ, കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഓപ്ഷനിൽ എടുക്കുക. അല്ലാതെ ആ ഒരു താല്പര്യമാണ്, നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ എല്ലാവരും എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ സിലബസ് ഉള്ള എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ഈസി ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഓപ്ഷണൽ എടുത്തു എന്ന് വിചാരിച്ചോ. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ പഠിക്കുന്ന സമയത്ത് പല സമയത്തും നിങ്ങൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒന്നാമത് താല്പര്യക്കുറവ് തന്നെ ഉണ്ടാകും. അത് ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ആ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ട കാര്യം. അപ്പോൾ
നിങ്ങളുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്ര കഠിനമായിട്ടുള്ള വിഷയം ആയിക്കോട്ടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് ഇടും, നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ചില ആൾക്കാരുണ്ടാവും എനിക്ക് അങ്ങനെ പ്രത്യേക ഒരു സബ്ജക്റ്റിലും ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാൻ പഠിച്ചത് ഡിഗ്രി പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ചത് ഫിസിക്സ് ആണ് പക്ഷേ എനിക്ക് ഫിസിക്സ് അത്ര പോരാ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൽ വേണ്ട, എനിക്ക് വല്ല ആർട്സ് സബ്ജക്റ്റും എടുക്കുക, ഉദാഹരണത്തിന് മലയാളം ലിറ്ററേച്ചർ പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിനോടും പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനീഷ്യലി ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട. അതായത് ഓപ്ഷണൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. കാരണം ഈ 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ ഉദാഹരണത്തിന് പൊളിറ്റിയിലൂടെ അല്ലെങ്കിൽ എക്കണോമിയിലൂടെ അല്ലെങ്കിൽ ജിയോഗ്രഫിയിലൂടെ അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ മേലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു സബ്ജക്റ്റിനെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം ഒരു സബ്ജക്റ്റ് ഓപ്ഷണലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ജിയോഗ്രഫി ഉണ്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ കേസിൽ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം ചിലപ്പോൾ ബുക്കുകളൊക്കെ വായിക്കാൻ താല്പര്യമുള്ള ഒരാളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മലയാളം ലിറ്ററേച്ചറിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓപ്ഷണൽ പ്രിപ്പറേഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ ജനറൽ സ്റ്റഡീസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ജനറൽ സ്റ്റഡീസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിച്ച ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷണലിന്റെ ഡയറക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കിപ്പോൾ സബ്ജക്റ്റിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1-2-3 സബ്ജക്റ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് കൃത്യമായിട്ട് എടുത്ത് നോക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് സിലബസ് എടുത്ത് നോക്കുക, UPSCയുടെ സിലബസ് എടുത്ത് നോക്കുക. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ലാസ്റ്റ് UPSC ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് മെയിൻസിന് ഉണ്ടായിട്ടുള്ള അതേ പേപ്പറിന്റെ ആ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എടുത്തിട്ട് ആദ്യം സിലബസ് ഒന്ന് വായിച്ചു നോക്കുക. ചെയ്യേണ്ട കാര്യം ഇതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, നിങ്ങൾക്കത് സിലബസ് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. എന്താണ് സിലബസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, സിലബസ് നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ സിമ്പിൾ ലാംഗ്വേജിൽ എന്താണ് സിലബസ് എന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. സിലബസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പോൾ സിലബസ് വായിച്ചു നോക്കുക, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കുക. സിലബസ് വായിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ഇവിടെയും എന്താ UPSCയിൽ ചില പേപ്പറുകളിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ട്വിസ്റ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നൂല, നമ്മൾ അതിനെ വായിച്ച് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, ആൻസർ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഉദാഹരണത്തിന് സോഷ്യോളജിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫിലോസഫിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി വരും. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്ന പേപ്പറിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്, മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോളജും ഇല്ല സബ്ജക്റ്റിന് മേലെ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ മേലെ എഴുതാൻ പറ്റുമോ, എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഒരു ഐഡിയ വരുന്നുണ്ടോ, ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം, ഒന്നും മനസ്സിൽ തെളിയുന്നുണ്ടാവില്ല ആ ചോദ്യം വായിക്കുന്ന സമയത്ത്. അപ്പോൾ അത്തരം ചോദ്യങ്ങളെ നമുക്കൊരു ഡബിൾ എഫേർട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് വേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് കാണാൻ പറ്റും. മറ്റൊന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, ഉദാഹരണത്തിന് ജോഗ്രഫിയിൽ ചോദിച്ചിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്കറിയാം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും എന്ന് നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക, ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് നോക്കുക. ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനല്ലേ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ കുഴപ്പമുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഓപ്ഷണലിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മനസ്സിലുണ്ടാവുമെങ്കിൽ ആദ്യം അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുക. സിലബസ് ബെയർ ആയിട്ട് വായിച്ചു നോക്കുക. ഒന്നും നമ്മൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ഒരു ലേമാൻ രീതിയിൽ, ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സിലബസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഓക്കെയാണ്. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു കാര്യമായിട്ടുള്ള നോളജ് ഇല്ലാതെയും ആ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്രോച്ച് ചെയ്യുക, അതിൽ നല്ല മാർക്ക് കിട്ടണമെന്നല്ല, ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് ഒന്നാമത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് വേണം, രണ്ടാമത്തത്
നിങ്ങൾക്ക് ആ ഒരു സിലബസിലൂടെയും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും കടന്നു പോവുക. ഇത് രണ്ടും ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്നുകൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ റെയർ ആയിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അത്തരം സബ്ജക്റ്റുകൾക്ക് നമുക്ക് അധികം സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്തരം ഒരു ഓപ്ഷനിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ബുക്കുകൾ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ഇതെങ്ങനെയാണ് ചോദിക്കുക, ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് ബുക്സ് ഫോർ ഇന്ന സബ്ജക്റ്റ്, സ്റ്റാൻഡേർഡ് ബുക്ക് ഫോർ ഇന്ന സബ്ജക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ ഓരോ സബ്ജക്റ്റിനെയും സ്റ്റാൻഡേർഡ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ ലിസ്റ്റ് കിട്ടും. ആ ബുക്സ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണോ നോക്കുക. ഇന്റർനെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി അല്ല ഉദ്ദേശിക്കുന്നത്, ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ സബ്ജക്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ പ്രിഫറബിളി നിങ്ങൾക്ക് ഫിസിക്കൽ കോച്ചിങ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കാലിക്കറ്റിലോ അല്ലെങ്കിൽ എറണാകുളത്തോ അവൈലബിൾ ആണോ നോക്കുക ഫിസിക്കൽ കോച്ചിങ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആണ് പ്രിഫറബിൾ എങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിച്ചാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ക്ലാസ്സുകൾ അവൈലബിൾ എന്ന് നോക്കുക. അവരുടെ ഫീസ് മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷണൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ലഭ്യമാകും എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഫിസിക്കൽ കോച്ചിങ് ആണെങ്കിൽ ഫിസിക്കൽ കോച്ചിങ്ങിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ അവൈലബിലിറ്റി, അതിൻ്റെ ഫീസ്, മറ്റു കാര്യങ്ങൾ, അവർ നൽകുന്ന സപ്പോർട്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ സ്റ്റഡീസിന് എഴുതുന്ന ആൻസേഴ്സും അതുപോലെ തന്നെ ഓപ്ഷണലിന് എഴുതുന്ന ആൻസേഴ്സും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടതായിട്ടുള്ളത്. കാരണം ജനറൽ സ്റ്റഡീസിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നതായിട്ടുള്ളത്. അതേസമയത്ത് ഓപ്ഷണലിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സബ്ജക്ട് എക്സ്പെർട്ടൈസ് ആണ് പരിശോധിക്കുന്നതായിട്ടുള്ളത്. നിങ്ങൾക്ക് ജിയോഗ്രഫി എന്നാണ് ഓപ്ഷൻ എടുത്തെങ്കിൽ ജിയോഗ്രഫി എന്ന സബ്ജക്റ്റിൽ എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് UPSC സിലബസ് തന്നിട്ടുള്ളത് ചോദിക്കുക നോർമലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ലെവലിലുള്ള ആൻസേഴ്സ് ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷണലിൻ്റെ ആൻസർ റൈറ്റിംഗ് കൃത്യമായിട്ടുള്ള അണ്ടർ ദ ഗൈഡൻസ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഓപ്ഷണൽ പഠിച്ച, അല്ലെങ്കിൽ ഓപ്ഷണലിൻ്റെ മേലെ, അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ മേലെ നല്ല ധാരണയുള്ള ഒരാളുടെ കീഴിൽ ആൻസേഴ്സ് എഴുതി അല്ലെങ്കിൽ അത്യാവശ്യം റിവ്യൂസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസ് കിട്ടി നിങ്ങളുടെ ആൻസേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് പറഞ്ഞുദ്ദേശിച്ചതാണ്, എന്തായാലും ടെസ്റ്റ് സീരീസ് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് നിർബന്ധമായും ജോയിൻ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നുള്ള റിവ്യൂസ്, ആൻസേഴ്സിൻ്റെ റിവ്യൂസ് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ആൻസേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആൻസർ റൈറ്റിംഗ് ഓപ്ഷണലിൻ്റെ കേസിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സ്റ്റഡീസിലെ ആൻസേഴ്സ് എഴുതുന്ന പോലെ ഓപ്ഷണൽ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. കാരണം ഇതിൽ നിങ്ങളുടെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസിൽ ജനറൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ്, വ്യത്യസ്ത ഡയമെൻഷൻസ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ആണ് വേണ്ടത്. സബ്ജക്റ്റിൽ ഇൻ ഡെപ്ത് പോയിട്ടുള്ള ആൻസേഴ്സ് വരണം. അത് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ചോദ്യത്തിലും സബ്ജക്ട് എക്സ്പെർട്ടൈസ് കാണിക്കാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുള്ളൂ. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഒരു 10 വർഷത്തെ എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, എഴുതി പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ ആൻസേഴ്സ് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു കേസാണ്. ഇവിടെയും പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു
ഓപ്ഷണൽ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓപ്ഷണൽ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ മേലെ, അത് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണോ കുറഞ്ഞ പഠിക്കാനുള്ള ഓപ്ഷനാണോ, ഇതൊന്നുമല്ല ഒരു ക്രൈറ്റീരിയ എന്ന് ആദ്യം ഓർത്ത് വെക്കേണ്ടതായിട്ട്. ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് ഓപ്ഷനിൽ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടോ, ആ സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തത് അതിൻ്റെ സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആണോ എന്നുള്ളതാണ് രണ്ടാമത് നോക്കണം. ഇതൊന്നും പഠിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് സിലബസിനെയും ക്വസ്റ്റ്യനെയും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. വൺസ് ഓപ്ഷണൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ മേലെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതെങ്കിൽ ക്ലാസ്സസ് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നാണ് അതിൻ്റെ ആൻസർ റൈറ്റിങ്ങിൻ്റെ മേലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യുകയും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദ സിംഗിൾ സ്ട്രാറ്റജി, ഏതാണ് ആ സ്ട്രാറ്റജി? സ്റ്റഡി, റിവൈസ് ആൻഡ് പ്രാക്ടീസ്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും ഡെയിലി ഫോളോ ചെയ്ത് പോവുകയുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണൽ ഒരു ഈസി വോക്കായിട്ട് മാറും. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളായി മാറും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ ഓപ്ഷണൽ ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഓപ്ഷണൽ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്? ആദ്യം ജിയോഗ്രഫി എടുക്കും, അതിനുശേഷം ജിയോഗ്രഫി നടക്കുന്നില്ല എന്ന് മനസ്സിൽ ആന്ത്രോപോളജി എടുക്കും. എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? പല ആൾക്കാരും എടുക്കുന്ന ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം അവരുടെ ഇൻട്രസ്റ്റിന് മേലെ, അവരുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിന് മേലെ അവർ മറ്റു പല ഫാക്ടേഴ്സിനായിരിക്കും. നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചോദ്യം പോലെ, അതായത് എളുപ്പമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ കുറഞ്ഞ സബ്ജക്റ്റ്, സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പറിന് കിട്ടിയ സബ്ജക്റ്റ്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതായത് ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് വേണം. അതിൽ ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് നോക്കി ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചില ഇന്റർമീഡിയറ്റ് ഇടയിൽ വെച്ചിട്ട് ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരാം. രണ്ടാമതാണ് ഈ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞു സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ആൾക്കാർ സബ്ജക്റ്റ് പഠിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറും വരുമ്പോൾ ആൻസേഴ്സ് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. അതും വലിയൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും സിലബസിലൂടെയും കടന്നു പോയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ എഫേർട്ട് വേസ്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഒരു ഡൗട്ട് പ്രധാനമായിട്ടുണ്ടാകുന്നത് എപ്പോഴാണ് വെൻ ടു സ്റ്റാർട്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടാവുന്നതായിട്ടുള്ളത്. അപ്പോൾ വെൻ ടു സ്റ്റാർട്ട് എന്ന് ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 300 ഡേയ്സ് ഓപ്ഷനിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അതായത് നിങ്ങളുടെ ജനറൽ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഒരു 300 ഡേയ്സ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും. അപ്പോൾ ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തന്നെയാണ്. അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ഇതുവരെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഏതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് എടുക്കേണ്ടതിന് മേലെ വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 2 to 3 months നിങ്ങൾ ജനറൽ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം 2 to 3 months ജനറൽ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഐഡിയ വരും സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സബ്ജക്റ്റിന് മേലെയൊക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെറിയ ചെറിയ പീസുകളാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സ്ട്രാറ്റജി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് 300 ദിവസത്തേക്കുള്ള ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ട്, അതായത് 10 മാസത്തേക്കുള്ള ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് ഡെയിലി കുറച്ച് ഓപ്ഷനിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വളരെ ക്രിട്ടിക്കലാണ്. കാരണം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകൾ റിവിഷൻ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാവണം. അപ്പോൾ പഠിക്കുന്ന ടോപ്പിക്കിനെല്ലാം നമ്മുടെ കയ്യിൽ ക്രിസ്പ് ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാവണം. ആ നോട്ട് വേണം പിന്നീട് നമ്മുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ളത്. ഇനി ചില ആൾക്കാർ, പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ഡിഗ്രിക്ക് സബ്ജക്റ്റ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക്
ഏത് വിഷയമാണോ ഓപ്ഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം, ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഏതെടുക്കാനാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയമാണോ പഠിക്കാൻ താല്പര്യം, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ ഡിഗ്രി പഠിച്ച് തീരുമ്പോഴത്തേക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് പാരലലി വേണമെങ്കിൽ പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജനറൽ സ്റ്റഡീസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. ഓപ്ഷണൽ സബ്ജക്റ്റ് ഓൾറെഡി ഡിഗ്രി ടൈമിൽ തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് സിവിൽ സർവീസ് എക്സാമിൽ ഒരു ഓപ്ഷണൽ ആണ് എന്നുകൂടി നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് കുറച്ചുകൂടി ഈസി ആക്കി പഠിക്കാൻ വേണ്ടി പറ്റും. ഡിഗ്രിയുടെ ടൈമിൽ തന്നെ സിവിൽ സർവീസിന്റെ സിലബസ് എടുത്തുകൊണ്ട് ഓപ്ഷണൽ കൂടി പാരലലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓപ്ഷണലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഈ ഒരു സെഷനിലൂടെ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഓപ്ഷണൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ആൻസേഴ്സ് നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലേണേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഓപ്ഷണലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ഓപ്ഷനിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. നിങ്ങൾക്ക് ടെൻസ്ഡ് ആയിട്ട് പോയില്ല. നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.